ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 നമ്മളുടെ നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ ചോദ്യം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി ഇത്. One added to the product of two consecutive even numbers gave 289. Form a second degree equation to solve this problem. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് ചോദ്യം 2, 4, 6, 8 അഥവാ സീക്വൻസ് ഓഫ് ഈവൺ നമ്പർ, ഇരട്ട സംഖ്യകളുടെ ശ്രേണി 2, 4, 6, 8 എന്ന് പറഞ്ഞു പോകും. One added to the product of consecutive even numbers give 289. രണ്ട് അടുത്തടുത്ത ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 289 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇരട്ട സംഖ്യകൾ ഒന്നിനെ നമുക്ക് എക്സ് എന്നും ഒന്നിനെ നമുക്ക് x+2 എന്ന് എടുക്കാം. കാരണം ഇരട്ട സംഖ്യകൾ 2 കൂട്ടിയിട്ടല്ലേ പോകണം. നോക്കിയേ, 2ക്ക് 2 കൂട്ടിയാൽ 4, 4ക്ക് 2 കൂട്ടിയാൽ 6, 6ക്ക് 2 കൂട്ടിയാൽ 8. അപ്പോൾ എക്സ്ക്ക് എന്ത് ചെയ്യണം? 2 കൂട്ടണം. അപ്പോൾ എക്സും x+2. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 289. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x പ്ലസ് 1. ഇനി ഇതിൽ നോക്കി, ഇതൊരു സ്ക്വയർ കംപ്ലീഷനിലല്ലേ കിടക്കുന്നത്. നോക്കി, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ അല്ലേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? എക്സിന്റെ കൂടെയുള്ള സംഖ്യ 2 ആണ്. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. അതല്ലേ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഓൾറെഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി അടുത്തത് 289 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കിയാൽ മതി. ഓക്കെ, അതെങ്ങനെ നോക്കുക? 9ൽ അവസാനിക്കുന്ന സംഖ്യകളെ ഏതൊക്കെയാ? ഏതിൻ്റെയൊക്കെ സ്ക്വയറുകൾ 9ൽ അവസാനിക്കുക? 1ൻ്റെത് 1ലാണ്, 2 4ആണ്, 3ൻ്റെത് 9ലാണ് അവസാനിക്കുക, 4 16 6ലാണ്, 5 25 5ലാണ്, 6 36 6ലാണ്, 7 49 9ലാണ്. ഓക്കെ, ഇനി 289 എന്നാണ് നമ്മളുടെ നമ്പർ. 10ൻ്റെ സ്ക്വയർ 100 ആണ്, 100ൻ്റെ മേലേക്ക് പോയിക്കണം. 20ൻ്റെ സ്ക്വയർ 400 ആണ്, 400ൻ്റെ മേലേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പൊ 10ൻ്റെ മേലേക്ക് പോയിക്കണ്, 20ൻ്റെ മേലേക്ക് പോയിട്ടില്ല. അപ്പോ 13 17. ഇനി 15ൻ്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 15ൻ്റെ എത്രയാ? 25ലാണ് അവസാനിക്കുക. പിന്നെ 15 എന്ന് പറയുമ്പോൾ 1 ആണ് 5 അല്ലാത്ത സംഖ്യ. 1 കഴിഞ്ഞാൽ 2, അപ്പോൾ 2 2 225. ഈ 289 എന്ന് പറയുന്നത് 225നേക്കാൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. അപ്പം എന്നാൽ 17 മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളൊരു 10-20 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനിത് പെർഫെക്റ്റ് സ്ക്വയർ കാണുന്നൊരു മെത്തേഡ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 17 × 17 ചെയ്യുക. 13 × 13 ചെയ്താൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 225ൻ്റെ മേലേക്കാണത്. 225ൻ്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 ചെയ്യാമായിരുന്നു. 7 7 49 9 ശിഷ്ടം 4. ഒരു 7 7 7 3 10 1 11. ഒരു 7 7 1 1 9 8 2 കണോ 289 കിട്ടും. ആദ്യം 7 കൊണ്ട് ഗുണിച്ചു, പിന്നെ 1 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി ഇപ്പുറത്തേക്ക് എഴുതണം എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? 289 അത് 17ൻ്റെ സ്ക്വയർ ആണ്. അപ്പം എന്നാൽ നമുക്ക് ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യാം. x plus 1 the whole square equal to 17 square. രണ്ട് ഭാഗത്തും സ്ക്വയർ ഉണ്ട് അല്ലേ? സ്ക്വയർ കളയാൻ നമുക്ക്. അപ്പോൾ x plus 1 is equal to 17. ഈ +1 ഇപ്പുറം വരുമ്പോൾ -1 ആവും. 17 1 പോയാൽ 16. അപ്പോൾ ഒന്ന് 16ഉം ഒന്ന് 18ഉം. എത്രയ്ക്കാ? 16ഉം 18ഉം. രണ്ട് ഈവൺ നമ്പറുകളായില്ലേ? അതല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, the perimeter of a rectangle is 40 cm. The length of its smaller side is 7 cm. What is the length of the larger side? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ചെറിയ വശത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആയാൽ
വലിയ വശത്തിൻ്റെ നീളം എന്താ? ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആൻഡ് ഏരിയ 96 സ്ക്വയർ സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ ചുറ്റളവും 96 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുമുള്ള ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം 40 പെരിമീറ്റർ എന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. അതിൽ ഒരാൾ 7 ആണെന്നുണ്ടെങ്കിൽ മറ്റാൾ എത്രയായിരിക്കും? 13 ആയിരിക്കും. പെരിമീറ്റർ 40. 2 × L+B ആണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. 40ൻ്റെ പകുതി അതാണ് L+B, അത് 20. ഇനി ഒരാൾ 7 ആണെങ്കിൽ മറ്റാൾ എത്രയായിരിക്കും? 20 7 പോയാൽ 13. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. പെരിമീറ്റർ എത്രയാണ്? 40 തന്നെയാണ്. അപ്പോൾ L+B = 20 എന്ന് കിട്ടും. അതിൽ ലെങ്ത്തിനെ ഞാൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 20 - x. ഓക്കെ ആണല്ലോ. ലെങ്ത്തിന് ഞാൻ എക്സ് എടുത്താൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 20 - x ആയിരിക്കും. കാരണം രണ്ടും കൂട്ടുമ്പോൾ 20 അല്ലേ? ഇനി ഏരിയ തന്നിട്ടുണ്ട്, പരപ്പളവ് 96. എന്താ റെക്ടാങ്കിളിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ പരപ്പളവാണ് ഇക്വേഷൻ? അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് 20 - x ആണ്. അപ്പോൾ ഈ എക്സ് ഇൻറ്റു 20 - x ഇത് ഗുണിക്കുക. എക്സ് ഇൻറ്റു 20 20 മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ആദ്യം എക്സ് സ്ക്വയർ എഴുതി. പക്ഷെ നമുക്ക് എക്സ് സ്ക്വയറിനെ പോസിറ്റീവ് ആക്കാനും വേണ്ടിയിട്ട് എല്ലാ സൈനുകളും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ -20x -96 എന്ന് വരും. എല്ലാം ഇൻ്റർചേഞ്ച് ചെയ്യണം കേട്ടോ. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആക്കുകയാണ് നമുക്ക് വേണ്ടത്. -1 അല്ല അവിടെ നമുക്ക് വേണ്ടത്, 1 ആണ് അവിടെ വേണ്ടതെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ആക്കി, പ്ലസ് മൈനസ് ആയി, പ്ലസ് മൈനസ് ആയി. എക്സ് സ്ക്വയർ -20x -96. ഇനി നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യും. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യും. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 10 ആണ്, 20 ആണ്. 20ൻ്റെ പകുതി 10 ആണ്, 10ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്തു. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന് എക്സ് എടുക്കും, പിന്നെ -10ൻ്റെ സ്ക്വയറിൻ്റെ 10 എടുക്കും, എന്നിട്ടൊരു ഹോൾ സ്ക്വയർ കൊടുക്കും. -96 + 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. 100ന്ന് 96 പോയാൽ 4 കിട്ടും. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ x - 10 = 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. ഈ -10 അപ്പുറം പോകുമ്പോൾ എന്താവും? +10 ആവും. 2 + 10 20 12. അപ്പോൾ ലെങ്ത് 12 കിട്ടി. ഇവിടെ ഞാൻ മൈനസ് എടുക്കാത്തത് ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ. ലെങ്ത് 12 കിട്ടി. അപ്പോൾ മറ്റേത് എന്തായിരിക്കും? 20 - 12 8 വരും. അപ്പം നീളം 12ഉം വീതി എത്രയും കിട്ടും? 8ഉം കിട്ടും. ഓക്കെ ആണ്. ഓക്കെ, ഈ റെക്റ്റാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാ വർഷവും ചോദിക്കുന്നതാണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഏരിയ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഈ 2 ചോദ്യങ്ങളാണ് ഈ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും thank you for watching this video. See you soon. Bye bye.